മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലാണ്, നമ്മുടെ അലിമുക്കിൽ. എന്ന് വെച്ചാൽ അലിമുക്കിൽ നിന്ന് തൊട്ട് അപ്പുറത്തെ മല അരേക്കർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നല്ല ഗ്രാമീണ ഭംഗിയുള്ള നല്ല നല്ല വൃക്ഷങ്ങളും നല്ല പച്ചപ്പുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പയ്യൻ ആ മലയിലേക്ക് വീടൊക്കെ മേടിച്ച് അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പം അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല കൈതത്തോട്ടും നല്ല റബ്ബറിൻ്റെ കൃഷിയും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ നിൽക്കുന്നത് തൊട്ട് പുറയിൽ അവൻ്റെ വീടാണ്. ഇപ്പോൾ കാണുന്ന വീടൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ചെറിയൊരു കലാകാരനാണ്. കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി പടം വരക്കാരനാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പടമൊക്കെ വരച്ച് കൊടുക്കും. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ തൊട്ട് താഴെ കൊടുത്തേക്കാം, അവൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ. അപ്പോൾ അതിലോട്ട് ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കിഡലിനായിട്ട് അവൻ ഫോട്ടോ എല്ലാം ചെയ്ത് നല്ല കളറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫ്രെയിമൊക്കെ ചെയ്ത് തരും. അപ്പോൾ നേരെ അവൻ്റെ വരകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം. അപ്പം മച്ചാന്മാരെ, അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു വരപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ തൊട്ട് താഴെ തന്നെ കൊടുത്തേക്കാം. അതിൻ്റെ അകത്ത് വിളിച്ചിട്ട് വൈശാഖിനെ വിളിച്ചിട്ട് ഫോട്ടോസ് വൈശാഖ് പറയുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ അദ്ദേഹം വരച്ച് ചെയ്തു തരും കേട്ടോ. അപ്പം ഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തു തരും. അതിൻ്റെ ആയിട്ടുള്ള പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച ആ ചാർട്ട് ഷീറ്റ് മേടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ തന്നെ ഫ്രെയിം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ തൊട്ട് താഴെ തന്നെ ഞാൻ നമ്പർ കൊടുത്തേക്കാം. വൈശാഖേ, അപ്പോൾ മച്ചന്മാരെ കണ്ടില്ലേ, ചെറിയൊരു വീട് അദ്ദേഹത്തിന് കിട്ടിയതാണ്. അപ്പോൾ ആ വീടിൻ്റെ വർക്കൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീടാണ്, വരപ്പും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കും. അതാണ് ഞാൻ കുറച്ച് പറഞ്ഞത്. അപ്പം എന്തും അതിനോടൊരു സാമ്യം തോന്നും. ആ ഒരു സാമ്യത്തിലാണ് ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ആ വരപ്പും കറക്റ്റ് ആയിരിക്കും. അത് ദൈവം ഏതൊരു മനുഷ്യനും ഒരു അനുഗ്രഹം കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഇത്. അത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പുലിവാൽ കല്യാണത്തിൽ നമ്മുടെ സലീമേട്ടൻ്റെ ഒരു പിക്ചറാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല പക്കയായിട്ടൊരു ഇത് മണവാള് എന്ന് പറഞ്ഞൊരു കഥാപാത്രം പക്കയായിട്ടാണ് കേട്ടോ. അപ്പോൾ വൈശാഖ്, എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? വിശേഷം സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഈ വർക്ക് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ സലീമേട്ടൻ്റെ ഒരു പിക്ചർ വരച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആരെങ്കിലും ആവശ്യപ്രകാരം വരച്ചാണോ? എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് വരയ്ക്കുന്നുള്ള അത്, അതായത് കഥാപാത്രത്തെ ആൾക്ക് വലിയ ഇഷ്ടമാണ്, അതിൻ്റെ പേരിൽ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പം പിന്നെ നമുക്ക് ഈ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ക്ലാരിറ്റിയോടെ ഒരു HD നല്ല നമ്മൾ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ മാക്സിമം വരയ്ക്കാൻ നോക്കും. അപ്പോൾ ആളുകൾ പറയും, നമ്മളത് ഫോട്ടോ അയക്കാൻ പറയും, എന്നിട്ട് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോ ആണെങ്കിൽ മാത്രമേ വരച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളൂ. കൂടുതലും ക്ലാരിറ്റി ഉള്ള ഫോട്ടോസാണ് കൂടുതൽ ഒറിജിനാലിറ്റി ഒക്കെ വരുത്താൻ പറ്റുന്നുള്ളൂ. അതേ രീതി വരച്ച് ഫലിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ വേറെ കാര്യം കൂടെ ചോദിച്ചോട്ടെ. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ ഒരു വരപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെന്താ ഫോട്ടോ ഒക്കെ വരച്ച് ഒരു പൈസക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ? അതെ. അപ്പം മച്ചാനെ, ഇത് കണ്ടോ, നമ്മുടെ ഒറിജിനൽ ഫോട്ടോ തോറ്റു. നമ്മുടെ എക്കാലത്തെയും മികച്ച നമ്മുടെ ചലച്ചിത്ര ഹാസ്യതാരം നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഒരു ഫോട്ടോ വരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പാസ്റ്റിൽ കണ്ടോ. പിന്നെ ഇത് നമ്മുടെ വൈശാഖിൻ്റെ ചേട്ടനാണ്, ബിനീഷ്. അതുപോലെ നമ്മുടെ ജനതാ ഗാരേജിലായിരുന്നു നമ്മുടെ ലാലേട്ടൻ, ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ്റെ കിണ്ണം കാച്ചിയ ഒരു ഫോട്ടോ. അതുപോലെ നമ്മുടെ നേതാവ് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഒരു ഫോട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫുട്ബോൾ കളിക്കാരനാണ്, ഇതിൻ്റെ ഒരു ഫോട്ടോയാണ്. മുഹമ്മദ് സലാ അല്ലേ, അതൊരു ഫോട്ടോയാണ്. അതുപോലെ നമ്മുടെ RCBയുടെ നമ്മുടെ നായകൻ വിരാട് കോഹ്ലി. അപ്പം വൈശാഖ്, ഇതെന്ത് വരയാണ് എന്നത്? ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്. അതായത് ഇത് ഒരു ഒബ്ജക്റ്റിന് മേളിൽ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ അതെങ്ങനെ ഇരിക്കുമെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന രീതിയിൽ നമ്മൾ വരച്ചേക്കാണ്. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. അത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിരിക്കും വെട്ടമടിക്കുക. അതിൻ്റെ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ഡാർക്ക് ആയിരിക്കും. അതിനെയാണ് അതിപ്പോൾ നമ്മളിങ്ങനെ വരച്ച് കാണിച്ചത്. അതുപോലെ തന്നെ ഇതായാലും ഇതിൻ്റെ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ വെട്ടമടിക്കുന്നതായിട്ട് വരച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടാൽ അറിയാൻ പറ്റും, അധികം ഒരു ഡാർക്ക് അല്ല, ലൈറ്റ് ആയിട്ടാണ് ഇവിടെ വെട്ടമടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത്
ബ്ലാക്ക് ഷെയ്ഡ്. ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് കാണുമ്പോൾ നിഴല് പോലെ നമ്മളിവിടെ ചെറിയ രീതിയിൽ വരച്ചേക്കുകയാണ്. അതിപ്പോൾ പെൻസിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പല ഗ്രേഡിലുള്ള പെൻസിലുണ്ട്. ഇവിടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 2H 4B 2B ആ ഒരു ടൈപ്പ് ഗ്രേഡുള്ള പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് ഡാർക്ക്, അതായത് ഗ്രേഡ് കൂടിയതായിട്ടുള്ള 9B 10B 12B ആ ഒരു ഗ്രേഡിലുള്ള പെൻസിൽസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പം മച്ചാനെ നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ട്. നല്ലൊരു ഒറിജിനാലിറ്റി നമുക്ക് തോന്നുന്നുണ്ട്. ഇതും കുറച്ചുകൂടെ പറഞ്ഞ ഒരു പെൻസിലിൽ വരച്ചാണ്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പം മച്ചാനെ നമ്മുടെ അടിപൊളി ഒരു പെൻസിൽ വരയിൽ നമ്മുടെ ഹോളിവുഡ് ആക്ടർ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ഒരു ഫോട്ടോ, നല്ല കിണ്ണം കാച്ചിയൊരു ഫോട്ടോ ആണ്. പിന്നെ മച്ചാമാരെ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒരു ഫോട്ടോ ഉണ്ടോ, അടിപൊളിയായിട്ട് കളറിങ് ഒക്കെ കൊടുത്തിട്ട് നല്ല പക്കയായിട്ട് ഉണ്ടോ. ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ മിസ്റ്റർ ബീനാണ്. അപ്പം ഒരുപാട് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ മൊബൈൽ തുറന്നാലും നമ്മൾ TV വെച്ചാലും ഒക്കെ എപ്പോഴാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ചാനലിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയിലും കാണാതിരിക്കത്തില്ല. കണ്ടില്ലേ, അതൊക്കെ പക്കയാണ്. നമ്മുടെ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി, നമ്മുടെ ചെന്നൈയുടെ ഒരു നായകനും ക്യാപ്റ്റനുമായിട്ട് എല്ലാം ഇപ്പം തിളങ്ങിയിരിക്കുന്ന ഇദ്ദേഹമാണ്. നമ്മുടെ ക്രിക്കറ്റിന് വേണ്ടി ഒരുപാട് കപ്പുകൾ, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ T20ക്ക് വേണ്ടി, നമ്മുടെ 2020 ആയാലും IPL ഏതൊരു മത്സരത്തിനായാലും ഒരുപാട് കപ്പുകൾ അദ്ദേഹം നേടി തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു ഫോട്ടോ കിടലായിട്ട് വൈശാഖ് വരച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അർജന്റീനയുടെ ഒരു ഫുട്ബോൾ കളിക്കാരനാണ്. പക്ഷെ നമുക്ക് ഈ ക്രിക്കറ്റിനെ പറ്റിയൊക്കെ ഉള്ളൂ വിരാറ്റിന് കേട്ടോ, ഫുട്ബോളിൻ്റെ ഒന്നും ആളല്ല. അപ്പം നമുക്ക് ചോദിക്കാം, ഇതാരാണ് വൈശാഖ്? ഇത് അർജന്റീനയുടെ ഒരു സ്ട്രൈക്കറാണ്, പൗളോ ഡിബാല. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അപ്പം എനിക്കതല്ല, ആ നോട്ടും ആ ഒരു തലമുടിയൊക്കെ എല്ലാം പക്കയായിട്ടുണ്ട് കേട്ടോ. അർജന്റീനയുടെ ഒരു സുന്ദരനാണ്. അതെ, കളിക്കുന്നതിൽ ഏറ്റവും ഹാൻസം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം വൈശാഖ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തും ഒരു സുന്ദരനാണ് അദ്ദേഹത്തെ കാണാൻ. അപ്പം മച്ചനെ അടുത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജന്റീനയുടെ ഒരു കോച്ചാണ്. ഇതാരാണ്? ഇത് അർജന്റീനയുടെ മെയിൻ കോച്ച് ലയണൽ സ്കലോണി കോച്ചാണ്. അപ്പം ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. തമിഴിൻ്റെ ആക്ടർ നമ്മുടെ കമലഹാസൻ സാറിൻ്റെ ഒരു ഫോട്ടോയാണ്. നല്ല പക്കയായിട്ട് വരച്ചിട്ടുണ്ട്. ആ തലമുടിയൊക്കെ ആണെങ്കിലും ആ കണ്ണാണെങ്കിലും പഴയ ഒരു ഫോട്ടോയാണ്. എന്നോട് പറഞ്ഞു ഇത് കുറച്ച് നാളായതാണ് ഈ ഫോട്ടോ. അതുപോലെ ഞാനൊരു കാര്യം കാണിക്കാം. അപ്പം അർജന്റീനയുടെ ഫാൻസ് ഉണ്ടോ ഇവിടെ? അപ്പം അർജന്റീനയുടെ ഫാൻസിന് വേണ്ടി ഞാനൊരു പടം കാണിക്കാം. ഇത് കണ്ടോ, നമ്മുടെ അർജന്റീനയുടെ നമ്മുടെ നായകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സി കണ്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ പക്കയുടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഡ്രോയിങ് തന്നെയാണ് ഇവിടെ വരച്ചേക്കുന്നത്. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ദീശ, അതിൻ്റെ മീശ, അതിൻ്റെ കണ്ണ, പിരിയം, തലമുടി എല്ലാം പക്കയായിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഫോട്ടോ. അപ്പം മച്ചാനെ നമ്മുടെ ബേസിൽ ജോസഫ് നായകനായിട്ടുള്ള നമ്മുടെ മരണമാസ്, നമ്മുടെ പഴം കില്ലർ രാജേഷിന്റെ ഒരു ഫോട്ടോ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്താ ഫുൾ പേര് തന്നെ? രാജേഷ് മാധവൻ. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മച്ചാനെ അടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ, കംപ്ലീറ്റ് മലയാളത്തിൻ്റെ സ്വന്തം അഹങ്കാരം എന്നറിയപ്പെടുന്ന നമ്മുടെ ലാലേട്ടൻ. അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ അഭിനയിച്ച് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ. അലിബായുടെ നമ്മുടെ അലിബായ് സിനിമയിലെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഫോട്ടോയാണ് വൈശാഖ് വരച്ചേക്കുന്നത്. അപ്പം മച്ചാമാരെ ഇത് മാത്രമല്ല, നമുക്ക് കിച്ചണിലോട്ട് പോകും. കിച്ചണിൽ കുറച്ച് ഫോട്ടോസ് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതോടൊപ്പം എന്ന് കണ്ടിട്ടുണ്ട്. അപ്പം മച്ചാമാരെ നമ്മുടെ മണിച്ചേൻ്റെ നല്ല കിണ്ണം കാച്ചിയൊരു ഫോട്ടോ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വിജയ്, തമിഴ് സൂപ്പർ സ്റ്റാർ വിജയും പിന്നെ തമന്ന. അതുപോലെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ആദ്യകാല നായകൻ, ഇപ്പോഴും ഒരുപാട് ആരാധകരുള്ള നമ്മുടെ കൊല്ലത്തിൻ്റെ നമ്മുടെ നായകൻ നമ്മുടെ ജയൻ സാറിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജയൻ സാറിനൊക്കെ ഓർമ്മ വരുന്നു.
അടിപൊളി ഒരു ഫോട്ടോ. ഇവിടെയൊക്കെ ഇരുന്നാണ് വരപ്പും കാര്യങ്ങളൊക്കെ. ഇപ്പം ഇതൊക്കെ പെൻസിലും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, വരച്ച് പ്രതിഫലിപ്പിച്ച്. അങ്ങനെ നമ്മുടെ വൈശാഖിൻ്റെ ആ ഒരു കലാവിരുത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോലും വരയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ വരച്ചിട്ടില്ലെന്നല്ല, ഞാൻ വരച്ചിട്ടുണ്ട് ഇല്ല. അപ്പം ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് പകർത്തിയെടുക്കാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഓരോരുത്തർക്കും ദൈവം ഓരോ അനുഗ്രഹങ്ങൾ കൊടുക്കും. അത് ഇനിയും ഞാനിപ്പം വേറെ ഒരു ഇത് പറയല്ല, ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഈ എൻ്റെ വീഡിയോ കണ്ടിട്ടായാലും അല്ലെങ്കിൽ വേറൊരാളോ ഒരു വീഡിയോ ഇട്ടിട്ടായാലും ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഐ ഡി ഉണ്ട്, അത് ഞാൻ തൊട്ട് താഴെ തന്നെ കൊടുത്തേക്കാം. അതിൽ ഫോളോ ചെയ്തിട്ട് ഒരുപാട് പടങ്ങൾ അതിൻ്റെ അകത്ത് വരയ്ക്കുന്നുണ്ട്, റീൽസ് ചെയ്ത്. അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല, ഫേസ്ബുക്കിൻ്റെ അകത്തും അക്കൗണ്ടുണ്ട്, വൈശാഖ് കെ ഷാജി VFC എന്ന് ഫുൾ നെയിം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പഴയ കുറേ വരപ്പ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ട് വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അത് മാത്രമല്ല, നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു, ഇനിയിപ്പം തുടർത്തോടെ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇപ്പം എന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.